ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് പവിത്രത്തിൻ്റെ കഥ പറയാൻ പോവുകയാണ്. അതായത് ഇന്നത്തെ ദിവസം 7-ാം തീയതിയിലെ കേട്ടോ കഥ. എന്താ വെച്ചാൽ നമ്മളെ വേദ വിക്രമിൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ വിക്രം എന്നിട്ട് ഇങ്ങനെ വേദ വരൂ, ഇരിക്കൂ, ഞാൻ കാപ്പി ഉണ്ടാക്കാം എന്നൊക്കെ പറയും വിക്രം വളരെ സ്നേഹത്തോടെ. അപ്പോൾ വേദ അങ്ങനെ വിളിക്കും. എന്താ ഇപ്പോൾ പതിവില്ലാത്തൊരു സ്നേഹപ്രകടനം ഇങ്ങനെ ആലോചിക്കുകയും ചെയ്യും കേട്ടോ. അതിൽ പറയും വേണ്ട, കാപ്പിയൊന്നും വേണ്ടാന്നറിയും. പിന്നെ വേദ, പിന്നെ എനിക്കിപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ, താൻ എന്നെ തെറ്റിദ്ധരിച്ചില്ലല്ലോ, ഞാനൊരു കള്ളനാന്ന് താൻ പറഞ്ഞില്ലല്ലോ, തന്നെ എന്നെ മനസ്സിലാക്കിയല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിൽ, താൻ വളരെ നല്ല കുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും വേദയ്ക്ക് വേദ അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അതിൽ കാട്ടിടോ, താൻ കയ്യൊന്ന് നീട്ടു പറയും. അപ്പോൾ അവളിങ്ങനെ മടിക്കും, താടോ, കയ്യൊന്ന് താടോ എന്നറിയും. അതിൽ അവളിങ്ങനെ കൈ നീട്ടി ഇങ്ങനെ കൈ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് വിക്രം കൈ വലിക്കും. അല്ലെങ്കിൽ വേണ്ട എന്നറിയും. അതെന്തേ എന്നറിയും. അല്ല, എനിക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു പെൺകുട്ടിയോട് എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. അത് 8-ാം ക്ലാസ് പഠിക്കുമ്പോൾ കേട്ടോ. അതിൽ അവൾക്ക് എന്നെ ഭയങ്കര സ്നേഹമായിരുന്നു. പുളിയിഞ്ചിക്കായൊക്കെ കൊടുന്ന് കൊടുക്കും, എനിക്ക് പുളിയിഞ്ചിക്കായൊക്കെ കൊടുന്ന് തരുമായിരുന്നു. അങ്ങനെ എൻ്റെ പിറന്നാളിന് ഗിഫ്റ്റ് വാങ്ങാൻ പോയിട്ട് അവൾ പിന്നെ എന്താ ബിന്ദു കൃഷ്ണ ബിന്ദു എന്തോ ഒരു പേരും പറയും. അപ്പോൾ വാങ്ങിയിട്ട് പിന്നെ തിരിച്ച് വരുന്ന സമയത്ത് കടയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ലോറി മുട്ടി ആ കുട്ടി മരിച്ചു. അറിയും. പിന്നെ അതായിരുന്നു എനിക്ക് അവൾ ഗിഫ്റ്റ് വാങ്ങാൻ പോയപ്പോൾ അവൾ മരിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടം പറയാം. അപ്പോൾ പിന്നെ ഉണ്ടായിരുന്നു 10-ാം ക്ലാസ്സിലായിരുന്നു ഇപ്പോൾ ഒരു പെൺകുട്ടിയും കൂടി എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതാരാ, അതിൻ്റെ പേര് വേറെ എന്തോ ഒരു പേര് പറയും. അവളോ വയ്ക്കും. അവളും ഇതുപോലെ ഒരു പ്രാവശ്യം വണ്ടി തട്ടി മരിക്കുന്നത്. അത് ലോറി തട്ടി മരിച്ചു. അയ്യോ, അതും ലോറിയാണോ വയ്ക്കും. അതേ അറിയും. പിന്നെ ഒരു പെൺകുട്ടിയും കൂടി ഞാൻ സ്നേഹിച്ചു, ആര്യനന്ദേ എന്തോ പേര് പറഞ്ഞു. അപ്പോൾ അവളും ലോറി തട്ടിയിട്ടാണോ മരിച്ചതെന്ന് ചോദിക്കും നമ്മളെ വേദ. അതേന്നറിയും. അതുകൊണ്ട് എനിക്ക് തന്നെ ഞാൻ ഫ്രണ്ടാക്കില്ല, തന്നെ ഫ്രണ്ടാക്കിയാൽ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ വേദ പറയും, അത് ശരി, അപ്പോൾ പിന്നെ അതുകൊണ്ട് താൻ പോയിക്കോ, തൻ്റെ വീട്ടിലേക്ക് തന്നെ പോയിക്കോ, താൻ എന്നെ സ്നേഹിക്കേണ്ട, താൻ എൻ്റെ ഫ്രണ്ടാവണ്ട, താൻ തൻ്റെ വീട്ടിലേക്ക് തന്നെ പോയിക്കോ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ. അതിൽ പറയും, അതെ, ഞാൻ ആ ഹാളിൽ കിടന്നുറങ്ങുമ്പോഴേ കുറേ സ്കൂൾ കുട്ടികളുടെ ശബ്ദം കേൾക്കാം. അപ്പോൾ ഞാൻ ഇതാരാ എന്താണെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ഞെട്ടി നടന്നപ്പോൾ 2-3 പെൺകുട്ടികൾ യൂണിഫോമൊക്കെ ഇട്ടിട്ട് എൻ്റെ ചുറ്റും നടക്കണു. അവർ എന്നോട് പ്രത്യേകം പറഞ്ഞു, വിക്രമൻ ഞങ്ങളെ സ്നേഹിച്ചതാണ്, ഞങ്ങളൊക്കെ മരിച്ചു പോയി, അതുകൊണ്ട് വിക്രമനെ വിട്ടിട്ട് ഒരിക്കലും പോകരുതെന്ന് അവർ പറഞ്ഞു. ആ ആത്മാക്കൾ പറഞ്ഞു, ഞാൻ കേൾക്കണ്ടേ എന്നറിയും. അതിലിവരും കിട്ട് ദേഷ്യം കയറും കേട്ടോ. പറയും ഓരോ കഥയും കൊണ്ട് വന്നോ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോയി, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, ഇനി നിങ്ങൾ താലി കെട്ടി ഇങ്ങോട്ട് കൊടുക്കുന്നതാണ്, ഞാൻ ഇവിടുന്ന് പോവില്ല അങ്ങനെ വിചാരിക്കേണ്ടത്, എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞിട്ട് അവളങ്ങോട്ട് തിരിഞ്ഞ് നടക്കുമ്പോൾ അവൻ പെട്ടെന്ന് ഒരു വാട്ടർ ബോട്ടിലിരിക്കണം, അതെടുത്തിട്ട് അവളെ തലയ്ക്ക് തല്ലാൻ നോക്കുകയാണ്. എന്താ നോക്കുമ്പോൾ നേരിട്ട് അങ്ങോട്ട് പോവും ദേഷ്യം പിടിച്ചിട്ട്. അത് കഴിഞ്ഞ് അവൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മളുടെ ശ്രീജേർത്തി നിന്നിങ്ങനെ തുണികളൊക്കെ മടക്കുന്നുണ്ടാവും. അപ്പോൾ പറയും, വളരെ സന്തോഷത്തിലാണല്ലോ വരുന്നത്, എന്ത് പറ്റി, വിക്രമായിട്ട് ഉടക്കിയിലേക്കും. വിക്രമിൻ്റെ സ്വഭാവമൊക്കെ കുറേ മാറി അറിയും. അവൻ നല്ല കുട്ടിയാണ്, അവൻ്റെ അഭിനയമാണ് അവൻ്റെ ഈ ദേഷ്യം ഇതൊക്കെ, അവൻ പാവാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം. നല്ല കുട്ടിയായിരുന്നു അവൻ, പക്ഷേ അവന് എന്താ പറ്റിയതെന്ന് പറയൂ എടുത്തി, എന്താ പറ്റിയത്, അന്ന് എന്നോട് ഇതുപോലെ പറയാൻ വേണ്ടി നിന്നത്, എന്നിട്ട് എടുത്തി പറഞ്ഞില്ലല്ലോ, എന്താ കാരണം, എന്താണെന്ന് അറിഞ്ഞാലല്ലോ അവൻ്റെ ഭാര്യ നിലയ്ക്ക് എനിക്കത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ, എന്താ കാര്യം എന്ന് ചോദിക്കും. അതിൽ പറയും, അത് പിന്നെ പറയൂ, അന്ന് പറയുന്നപ്പോൾ അമ്മ വിലക്കി, എന്താ കാര്യം, എനിക്ക് ഇത്തിരിയെങ്കിലും അയാളെ മാറ്റിയെടുക്കണമെങ്കിൽ, വിക്രമനെ മാറ്റിയെടുക്കണമെങ്കിൽ എനിക്ക് എന്ത് സംഭവിച്ചു വിക്രമൻ്റെ ജീവിതത്തിൽ എന്ന് എനിക്കറിയണം. ശ്രീജേർത്തി വന്നപ്പോഴും അച്ഛനും വിക്രമും നല്ല സ്നേഹത്തിലായിരുന്നില്ലേ, പിന്നെ എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അത് പിന്നെ നിളയ്ക്കും. അപ്പോഴേക്കും കമലങ്ങനെ നോക്കിയിട്ട് ശ്രീജയെന്ന് വിളിക്കാൻ, ഞാൻ പോട്ടെ, അമ്മ വിളിക്കുന്നുണ്ട് പറഞ്ഞിട്ട് പെട്ടെന്ന് തുണി മടക്കി വെച്ച് തുണിയും കൊണ്ട് അങ്ങനെ വേഗം പോകും. അപ്പോൾ അതിലിങ്ങനെ ആകെ ഇതായിട്ടിങ്ങനെ നിൽക്കും. എന്തെങ്കിലും അറിഞ്ഞാലല്ലേ ഉള്ളൂ പറയാൻ പറ്റുകയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ വിഷമിച്ച് വേദങ്ങനെ നിൽക്കുകയാണേ. അത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശിനി അവിടെ വേദയുടെ വീട്ടിൽ അമ്മയും വേദയുടെ മുത്തശ്ശിയും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ പറയും, അമ്മ എന്താ പറയുന്നത്, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ, വേണം, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ചടങ്ങുണ്ട്, വാതിൽ
കാണാൻ പോവുക, വീട് കാണാൻ പോവുക എന്നുള്ളൊരു ചടങ്ങ്. അതിന് എല്ലാ ഫർണിച്ചറുകളൊക്കെ വാങ്ങണം, കുറേ മധുര പലഹാരങ്ങൾ വാങ്ങണം. അപ്പോൾ അതൊക്കെ വേണ്ടേ പറയും. പക്ഷെ അതൊക്കെ അവർ സ്വീകരിക്കും, എനിക്ക് തോന്നുന്നില്ല അമ്മേ അവർ സ്വീകരിക്കും എന്നുള്ളത് എന്നറിയും. അതൊക്കെ അവർ സ്വീകരിക്കും, നമുക്കത് കൊണ്ടേ കൊടുക്കണം. പക്ഷെ ഇതിനൊക്കെയുള്ള കാശ് എവിടെ? ഇനിയിപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ട്, അത് എടുത്തു കഴിഞ്ഞാൽ ഏട്ടനെ അറിയില്ലേ എന്നൊക്കെ അറിയാം. അപ്പോൾ പറയും അതല്ല, അതൊന്നും നീ ഓർത്ത് വിഷമിക്കേണ്ട, കാശൊക്കെ എൻ്റെ കയ്യിലുണ്ട്, നീ എൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് പറയും. ആദ്യം അത് അങ്ങോട്ട് കൊണ്ട് ചെല്ലണോ, ചെന്ന് കഴിഞ്ഞാൽ അവരെന്താ വിചാരിക്കുക എന്നൊക്കെ ഇങ്ങനെ സംശയം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണേ. അപ്പോൾ നോക്കാം എന്നുള്ളതിൽ, അപ്പോൾ പോകാം എന്നുള്ള ഇതിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. മുത്തശ്ശിയും വേദയുടെ അമ്മയും കൂടെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വാങ്ങി വീട് കാണാൻ പോകുക എന്നുള്ളതിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ എന്താണ് ആ കൊച്ചുണ്ടല്ലേ രാധ, ഓട്ടോ ഓടിച്ചുകൊണ്ട് വരുന്നത്. രാധയുടെ അമ്മ വിളിച്ചു വരുത്തുകയാണ് അവളെ വീട്ടിലേക്ക്. വിളിച്ചു വരുത്തുമ്പോൾ 2-3 പ്രായമുള്ള ഭാര്യയും ഭർത്താവും പിന്നെ അവരുടെ ഒരു മോനും ഉണ്ട്. കുറച്ച് ഏജൊക്കെ തോന്നും മോനെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാരാ, നിന്നെ കാണാൻ ഒരു കൂട്ടർ വന്നു, നീ വേഗം അവർക്ക് ചായ കൊടുക്കുക. ഇതെന്താ നിങ്ങളൊക്കെ പടം വന്നിട്ട് ചായക്കടയാണോ, ചായ കുടിക്കാമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും നീ ഇപ്പോൾ പെട്ടെന്ന് വന്നേന്നാ ഈ സാരി ഉടുത്ത് നീ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറിക്കുക, എന്തിനാണ് അവർ വന്നു നോക്കുമ്പോൾ നിന്നെ പെണ്ണ് കാണാനാണ് പറയും. പെണ്ണ് കാണാനോ എന്നെ, എനിക്കൊന്നും വയ്യ വന്ന് നിൽക്കാമെന്നൊക്കെ പറയാം. അങ്ങനെ അവരെ അപമാനിച്ച് അവിടെ നിന്ന് വിടുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ പറയും നിങ്ങൾ കാരണം ആ ചെക്കൻ്റെ ഏട്ടൻ ജർമ്മനിയിലോ മറ്റോ ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏട്ടൻ ജർമ്മനിയിലാണ്. അപ്പോൾ പിന്നെ ഇവനെയും കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുപോകും. അപ്പോൾ നിൻ്റെ മഹാഭാഗ്യമാണ്, അച്ഛൻ ഇതുവരെ ഒരു തുള്ളി പോലും കുടിച്ചില്ല, നിനക്ക് വേണ്ടി നല്ലൊരു ആലോചന കൊടുക്കുന്നതാണ് എന്നറിയും. എന്നാൽ എനിക്ക് ഇത് മാറിയറിയാം, എന്തിനപ്പോൾ കാണാൻ ഇതൊക്കെ മാറണേ, ഞാൻ വന്ന് നിന്നോളാം, അമ്മ പപ്പയ്ക്കും ചായ ഉണ്ടാക്കി കൊടുത്തില്ല, ഞാൻ വന്നാൽ കൊടുക്കില്ലായിരുന്നു, ഞാൻ അവരോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെ അപമാനിച്ച് വിടുകയാണ്. അപ്പോൾ പറയും നിങ്ങൾ പിന്നെ എനിക്ക് നിങ്ങൾ ഇഷ്ടമായിട്ടില്ല, കാരണം ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട്, അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഈ അമ്മയും അച്ഛനും നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചത്, ഇതാണെന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അങ്ങനെ അവരിങ്ങനെ അപമാനിക്കപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ പറയും ഇത് ഞങ്ങളോട് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയും. അതിൽ അവളുടെ രാധയുടെ അമ്മ വഴക്ക് പറയണേ, നീ ഗുണം പിടിക്കില്ലടി, നീ എന്ത് കണ്ടിട്ട് അവൻ്റെ പിന്നാലെ നടക്കണേ, അവനൊരു കല്യാണം കഴിച്ച് അവൻ്റേതായൊരു ജീവിതമല്ലേ, നീ എന്തിനാ അത് ഇതാക്കാൻ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത പറയണം കേട്ടോ. അപ്പോൾ അവൾ അറിയാം അമ്മ അവളെ ഇഷ്ടത്തിനല്ലേ അങ്ങോട്ട് വന്നത്, അതിന് വിക്രം അവളെ കല്യാണം കഴിച്ചു എന്നല്ലേ ഉള്ളൂ, ഞാൻ വിക്രമിനെ കല്യാണം കഴിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ശണ്ട കൂടിയിട്ട് പോവുകയാണ്. അവളെ അറിയാം കല്യാണ ആലോചനയും കൂടി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇവൾ പോവുകയാണ്. അതിന് ശേഷമാണ് ഇവർ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചെറുതായ രീതിയിലൊക്കെ പവിത്രം സീരിയൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഞാൻ മുഴുവനായിട്ട് കഥ പറഞ്ഞിട്ടില്ല, അപ്പോൾ ആരും മിസ് ചെയ്യരുത്. നല്ല എപ്പിസോഡ് തന്നെയാണ്, കുഴപ്പമില്ലാത്തൊരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കാണുക. ഓക്കെ, ബൈ.